സർ, ഏതാനും നാളുകൾക്ക് മുമ്പ് ബ്രിട്ടനിൽ നിന്ന് ഉയർന്നു കേട്ട ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകളിലൊന്നായിരുന്നു ഗ്രൂമിംഗ് ഗ്യാങ്ങിൻ്റെ കാര്യം. അതായത് 13-14 വയസ്സുള്ള പെൺകുട്ടികളെ ലഹരി നൽകി അല്ലെ ഭീഷണിപ്പെടുത്തിയൊക്കെ പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. ഇതെല്ലാം മുസ്ലിം നാമധാരികളായ ആൾക്കാരാണ്, ഒപ്പം അവിടേക്ക് കുടിയേറി പാർത്ത ആൾക്കാരുമാണ്. അത്തരത്തിൽ എന്തെങ്കിലും സാമ്യം ഇന്ത്യയിൽ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടുണ്ടോ? അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന്. ഭയാനകമാണ്. ഈ ബ്രിട്ടനിലെ ചില നഗരങ്ങളിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് 2014 ആ പീരീഡിലൊക്കെയാണ് തുടക്കം. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഉള്ള മുസ്ലിം യുവാക്കളാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനികളെയാണ് ലക്ഷ്യം വെച്ചത്. അതിൽ ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടൻ തന്നെ കാര്യമായ ഇടപെടലുകൾ, അന്വേഷണങ്ങൾ നടത്തിയില്ല. പിന്നെ ഈ പ്രതികൾ മുസ്ലിങ്ങളായതുകൊണ്ട് പേരുകൾ വെളിപ്പെടുത്താതെയൊക്കെ ഇരുന്നു. ഇപ്പോഴാണ് കുറച്ച് വിധികളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നത്. ഒരുപാട് 10-20,000 പെൺകുട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരങ്ങളൊക്കെ വന്നിരുന്നത്. ഓരോരോ കേസുകളായിട്ടാണ് അതിൽ ശിക്ഷയൊക്കെ വരുന്നത്. 100 കൊല്ലം 150 കൊല്ലം ശിക്ഷയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇത് പോക്സോ കേസിലാണല്ലോ വരുന്നത്. അതായത് ഇതിന് മുമ്പൊരു കേസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 1992 അജ്മീറിൽ നിന്നൊരു സംഭവം പുറത്തു വന്നിരുന്നു. അത് ആ അജ്മീറിൽ 1992 ഇതുപോലെ സ്കൂൾ കുട്ടികളെ ചൂഷണം ചെയ്ത് കൊണ്ടിരുന്ന ഒരു ഗാങ്ങിനെ പിടിച്ചിരുന്നു. ശിക്ഷയൊക്കെ നടന്നിരുന്നു. ജയ്പൂർ കോടതി 6 പേരെ കൂടി കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ ശിക്ഷിച്ചു. വൈകി പിടിച്ച ആളുകളാണ് 6 പേരെ കൂടി. അപ്പോൾ ആ വിവരം പിന്നീട് പുറത്തു വന്നിരുന്നു. ആകെ 14 പ്രതികളാണ് അതിലുണ്ടായിരുന്നത്. 250 സ്കൂൾ വിദ്യാർത്ഥിനികൾ 1992 അജ്മീർ കേസിൽ ഇരകളായിരുന്നു. നമ്മൾ ഈ ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗ്യാങ്ങിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ അജ്മീർ കേസ് അന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പൊ രാജസ്ഥാനിൽ വീണ്ടും ഒരു കേസ് വരുമ്പോഴാണ് ഇതേക്കുറിച്ച് വാർത്തകളിൽ വരുന്നത്. അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടും ഉണ്ടാവില്ല. മുസ്ലിങ്ങൾ പ്രതികളായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരില്ലല്ലോ. അത് വലിയ തീവ്ര ലഷ്കർ-എ തയ്യിബ ആണെങ്കിലും വരില്ല. അപ്പോൾ ഇരകൾ ഹിന്ദുക്കള്, പ്രതികളും മുസ്ലിങ്ങൾ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ, ഒരു മാസം മുമ്പ് ആണ് ഈ വിവരം ആദ്യമായിട്ട് പുറത്തു വരുന്നത്. രാജസ്ഥാനിലെ ബീവാർ ജില്ലയിലാണ് സംഭവം. ഒരേ സ്കൂളിലെ കുട്ടികളാണ്, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതിലിരകളായത്. അജ്മീർ 20 എന്നാണ് ഈ സംഭവം ഇപ്പം അറിയപ്പെടുന്നത്. നേരത്തെ അജ്മീറിൽ ഉണ്ടായതുകൊണ്ട് സ്കൂളിൽ പോകുന്ന ഈ ടീനേജ് തുടങ്ങുന്ന കുട്ടികൾ ഉപയോഗിക്കപ്പെട്ടു, ഗ്രൂം ചെയ്യപ്പെട്ടു. ഒരു തവണ ഉപയോഗിച്ച ശേഷം പിന്നീട് ഭീഷണിപ്പെടുത്തിയിട്ട് വീണ്ടും ഉപയോഗിക്കുക. കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടാവാം, പുറത്ത് പറയാത്തതാകാം എന്നാണ് കരുതുന്നത്. ഒരു കുട്ടിയെ കുടുംബം പിടിച്ചു. ആ കുട്ടിയുടെ സഹോദരൻ ഈ കുട്ടി ഒരു ചൈനീസ് മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ടു. അത് വീട്ടുകാർ മേടിച്ചു കൊടുത്തതല്ല, അതിലൊരാളെ വിളിക്കുന്നത്. പിന്നെ സ്പീക്കർ ഫോണിലിട്ടു. അപ്പോഴാണ് സംസാരിക്കുന്നത്. അപ്പുറത്തുനിന്ന് പച്ചത്തെറിയ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ കുറെ ചീത്ത വിളിക്കുകയാണ് അയാള്. സ്പീക്കർ ഫോണിലിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ വീട്ടുകാർ കുറേയും കൂടി ചോദ്യം ചെയ്ത് പെൺകുട്ടി പിന്നെ വിവരങ്ങൾ പുറത്തു പറഞ്ഞ് അത് പോലീസിൽ അറിയിക്കുന്നത്. ഇപ്പം 3 FIR ഇട്ടിട്ടുണ്ട്. 5 ഇരകൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. 14 പ്രതികളെ പിടിച്ചിട്ടുണ്ട്. 5 ഇരകളുടെ കാര്യത്തിൽ തന്നെ പ്രതികൾ 14 ഉണ്ട്. അപ്പൊ കൈമാറിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഈ 14 പ്രതികളിൽ 5 പേര് മൈനേഴ്സാണ്, പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ്. ഇവരെയൊക്കെ സൂത്രധാരകത്വം വഹിക്കുന്നത് പഴയൊരു കൗൺസിലർ ഹക്കീം ഖുറേഷി ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അയാളെ പിടിച്ചിട്ടുണ്ട്. ഇവര് സാധാരണ കുടുംബങ്ങളിൽ ഈ എന്താ പറയുക, അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഈ മുസ്ലിം യുവാക്കള്, പിള്ളേര്. അവര് ധനികരായിട്ടാണ് ഈ പെൺകുട്ടികളുടെ മുമ്പിൽ ഭാവിച്ചിരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പുതിയ ബൈക്കുകളിൽ വരും, നല്ല വേഷം ധരിക്കും, ഷൂ ധരിക്കും, കാറിലും വരും. ചിലപ്പോൾ ഇവർ തൊഴിലാളികളായിരുന്നു. പ്ലംബർ, വെൽഡർ, ടൈലർ, പെയിൻറ്റർ, മെക്കാനിക്ക്.
ഇവർ പെൺകുട്ടികളെ പരിചയപ്പെടുമ്പോഴൊക്കെ ഹിന്ദു പേരുകളാണ് പറഞ്ഞിരുന്നത്. ഈ ചൂഷണം ചെയ്ത ശേഷമാണ് ഒറിജിനൽ പേര് വലിയ കളിയൊന്നും വേണ്ട, ഞാൻ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇസ്ലാമിക ആചാരങ്ങൾ ഇവരിൽ അടിച്ചേൽപ്പിച്ചു, ബർക്ക ധരിക്കാൻ പ്രേരിപ്പിച്ചു. ഈ പെൺകുട്ടികൾ 14 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ളവർ 8 മുതൽ 10ാം ക്ലാസ് വരെ ആ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുമാണ്. 3 പെൺകുട്ടികളുടെ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടു. ഇതിൽ 2 പെൺകുട്ടികൾ സഹോദരിമാരാണ്. പ്രത്യേക തരം മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് ഇവർക്ക്. പുതിയ പെൺകുട്ടികളെ കൊണ്ടുവരാനും പ്രേരിപ്പിച്ചിരുന്നു. അത് മറ്റേ ഗ്രൂമിങ് ഗാങ് കേസിലും ബ്രിട്ടനിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവരുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികൾ ഈ 5 പെൺകുട്ടികളും കൂട്ടുകാരികളാണ്. ഫെബ്രുവരി 17-നാണ് 3 FIR ഇട്ടത്. 7 പേരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ 2 പേരായിരുന്നു മൈനർമാരായിട്ടുണ്ടായിരുന്നത്. ഈ റഹാൻ എന്ന് പറഞ്ഞ പ്രതിക്ക് 20 വയസ്സ്, അത് ജാൻ മുഹമ്മദ് ആണ് ബാപ്പ. പിന്നെ സൊഹൈൽ മൻസൂരി 19 വയസ്സ്, അൻവറിൻ്റെ മകൻ. ലുക്മാൻ 20 വയസ്സ്, മുഹമ്മദ് ഉസ്മാൻ്റെ മകൻ. അർമാൻ പത്താൻ 19 വയസ്സ്, കാലു ഖാൻ്റെ മകൻ. സഹിൽ ഖുറേഷി 19 വയസ്സ്, മുഹമ്മദ് സാബിറിൻ്റെ മകൻ. ഇതാണ് അന്ന് അറസ്റ്റ് ചെയ്ത പ്രതികൾ. ഒരാളെ തെളിവൊന്നുമില്ലാതെ വിട്ടിരുന്നു പോലീസ്. അയാൾ ഒരു പെൺകുട്ടിയുടെ വീടിൻ്റെ മുമ്പിൽ സ്ഥിരം വന്നു നിന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ പെൺകുട്ടികൾ ഫൈനൽ പരീക്ഷ സ്കൂൾ ഫൈനൽ എഴുതേണ്ട സമയമായിരുന്നു. അവർ വലിയ സമ്മർദ്ദത്തിലൊക്കെ അകപ്പെട്ടു. അങ്ങനെ ഉണ്ടായി. ഒരാളുടെ ഇതിൽ 2 സഹോദരിമാർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 13 വയസ്സും 14 വയസ്സുമാണ് ആ സഹോദരിമാർക്ക്. ഒരേ ക്ലാസ്സിൽ വീട്ടിൽ ഒരു കട നടത്തുന്ന കുടുംബമായിരുന്നു അവർ. അവിടെ നിന്ന് ഒരു ദിവസം കുറെ പണം കാണാതായി കടയിൽ നിന്ന്. അങ്ങനെയാണ് അന്വേഷണം തുടങ്ങുന്നത്. എങ്ങനെ കാണാതായി? ഈ പെൺകുട്ടിയെടുത്ത് മറ്റേ പ്രതികൾക്ക് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ആ വീട്ടിൽ തന്നെ ഈ ലുക്മാൻ അലി എന്ന് പറഞ്ഞ ആളോടാണ് ആ ചൈനീസ് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന സഹോദരൻ ശ്രദ്ധിച്ചത്. അതാണ് സ്പീക്കർ ഫോണിൽ ഇട്ടത്. ഒരു ഖബർസ്ഥാൻ്റെ അടുത്തേക്ക് പെൺകുട്ടി ചെല്ലാൻ അയാൾ പറയുകയായിരുന്നു ഇപ്പോൾ ഫോണിൽ, അല്ലെങ്കിൽ ശരിയാക്കി കളയും എന്ന് പറഞ്ഞിട്ട്. പുതിയ ബൈക്ക് വരും, കഫേകളിലൊക്കെ കൊണ്ടുപോകും. ചില്ല ഔട്ട് എന്ന് പറഞ്ഞ കഫേ, പിസ്സ ഹട്ട്, ഇവിടെയൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. അല്ലാതെ ഇവരെ പീഡിപ്പിക്കുമായിരുന്നു എന്ന് ഇവരുടെ മൊഴികളിലുണ്ട്. ഈ ചകിട്ടത്തടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന്, കാലിലും കയ്യിലും ഒക്കെ ഈ കത്തി കൊണ്ട് വരികയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ മൊഴികളിൽ പറഞ്ഞിട്ടുണ്ട്. 3 കുടുംബം 4 ഇര ആണ് ഇപ്പോൾ. ഒരേ സ്കൂള്, ക്ലാസ്, ഒരേ തരം ഫോണുകൾ, അതാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. കയ്യിലും കാലിലും കറുത്ത ചരടുകൾ ഇവരെ കൊണ്ട് കെട്ടിച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ ഈ ശാരീരിക ബന്ധമൊക്കെ ചിത്രീകരിച്ചിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ പേര് ഇവർ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കത്തി കൊണ്ട് കൈത്തണ്ടയിൽ, കയ്യിൽ ഒക്കെ വരഞ്ഞിരുന്നു. പിന്നെ ഇസ്ലാമിക ആചാരങ്ങൾ പഠിപ്പിച്ചിരുന്നു. നമസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്, റംസാനിൽ എങ്ങനെയാണ് റോസ എന്നുള്ളത് പഠിപ്പിച്ചിരുന്നു. ഈ കുട്ടികളിൽ ഒരു കുട്ടി പട്ടിക വർഗത്തിൽപ്പെട്ടതാണ്. മറ്റു കുട്ടികൾ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവരാണ്. അജ്മീർ ദർഗയിൽ പോയിട്ട് മതം മാറ്റാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് ഇത് സംഗതി വെളിയിൽ വരുന്നത്. പഴയ കൗൺസിലർ ഹക്കീം ഖുറേഷി ആയിരുന്നു ഈ ഗ്രൂമിങ് പരിപാടിയുടെ, ഗ്രൂമിങ് ജിഹാദ് അതിൻ്റെ നേതൃത്വം, അതിൻ്റെ സൂത്രധാരൻ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിട്ടനിലൊക്കെ വന്നപ്പോൾ മറ്റെവിടെയോ നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ രാജസ്ഥാൻ്റെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ചുറ്റും, നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് വരെ ഇത്തരം കാര്യങ്ങൾ എത്തി എന്നുള്ള അപകടകരമായ ഒരു സ്ഥിതിവിശേഷമല്ലേ? ഇതിനെ മറികടക്കണ്ടേ നമ്മൾ? ഇതിനെ മറികടക്കാനായിട്ട് എന്താ പറയുക, വളരെ കർക്കശമായിട്ട് ഇപ്പോൾ ഒരു ഹിന്ദു സംഘടന ഇതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്. വളരെ കർക്കശമായിട്ട് ഇടപെടുക തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ നിൽക്കാൻ. പിന്നെ ഇത്തരം കാര്യങ്ങൾ
ഈ മുസ്ലിം വോട്ട് ബാങ്ക് പ്രധാനമായതുകൊണ്ട് ഈ കോൺഗ്രസ്, മാർക്സിസ്റ്റുകൾ, ഇസ്ലാമിസ്റ്റുകൾ ഇവരൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ, വലിയ മാധ്യമങ്ങളുണ്ടല്ലോ, ഇവരൊന്നും ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം ഫെബ്രുവരിയിൽ 17 പുറത്തു വരാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമത്തിൽ വന്നിട്ടില്ല. ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗാങ്ങുകളെ സംബന്ധിച്ചിട്ടൊരു നല്ല ലേഖനം ഏതെങ്കിലും പത്രത്തിന്റെ എഡിറ്റ് പേജിൽ വന്നിട്ടുണ്ടോ? അപ്പൊ ലോകവ്യാപകമായി അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ആരൊക്കെയോ ഉണ്ട് അല്ലേ? ആഗോള അജണ്ടയിൽ പെട്ടതാണിത്. കാരണം ആഗോള അജണ്ടയിൽ ഇങ്ങനെ കൂടി ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയ്ക്കണം, ജനസംഖ്യ എങ്ങനെ ഹിന്ദുക്കളുടെ ഇന്ത്യയിൽ കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റിയൊരു പദ്ധതി ഉണ്ട്. എന്നാലല്ലേ 2047 ഇസ്ലാമിക രാജ്യം ആക്കണം എന്നുള്ള അവരുടെ നയത്തിന്റെ ഏതെങ്കിലും ഒരു അരികത്തെങ്കിലും എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊരു ആഗോള പദ്ധതിയുണ്ട്. ആ ആഗോള പദ്ധതിക്കുള്ള ആളുകളുമുണ്ട്. ഈ ആഗോള പദ്ധതിയെ എക്സ്പോസ് ചെയ്യുന്നതിൽ വല്ലാത്ത വിമുഖത ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. ഇപ്പൊ അജ്മീറിൽ 1992 നടന്നിട്ട് പിടിവീണല്ലോ. അത് കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ഒരു വാർത്ത ഇങ്ങനെ വരുന്നത്. അപ്പോൾ പിന്നെ വളർത്തു ദോഷമുണ്ടെന്നും പറയാം, നന്നായിട്ട് വളർത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ സ്കൂളിലൊക്കെ ഇതെന്തോ വലിയ കാര്യമാണെന്നൊക്കെ കുട്ടികൾ തമ്മിൽ പറഞ്ഞു എന്നൊക്കെ ഒരു കുട്ടിയുടെ മൊഴിയിലുണ്ട്. ഒരു ബോയ് ഫ്രണ്ട് ഉള്ളത് വലിയ കാര്യമാണ് എന്നുള്ള മട്ടിലൊക്കെ ചിന്തിക്കുന്നതും ഒക്കെ. അപ്പോൾ കുറേയും കൂടിയൊക്കെ ഈ എന്താണ് ഈ സനാതനധർമ്മം എന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ധാരണയൊക്കെ ഇത്തരം കുടുംബങ്ങളിലൊക്കെ വേണം. അതല്ലാതെ നമ്മൾ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയും ഒരു കാഴ്ചപ്പാട് വേണം. സമൂഹവും രാജ്യമൊക്കെ വികസിക്കണം. അതിൻ്റെ കൂടെ ഈ വല്ലാതെ അങ്ങ് പാശ്ചാത്യവൽക്കരിച്ച് പോകരുതല്ലോ കുട്ടികൾ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കുകയും വേണം അതിൻ്റെ കൂടെ. പിന്നെ ഇത് പറയാതിരിക്കരുത്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ വീട്ടുകാർ ഒളിപ്പിച്ചു വെക്കുന്നുമുണ്ട്. പറഞ്ഞു വേണം ഇതിനെ പൊളിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.